സോ ഈ മെഡിറ്റേഷൻ എന്ന കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്കത് ഇതിപ്പം ഞാനിപ്പോൾ തിയറിറ്റിക്കലി പറയുമ്പോഴും അത് നമുക്കൊരു ഒബ്ജക്റ്റീവായിട്ട് നമുക്കതിനെ ഇങ്ങനെ കാണിക്കാനൊന്നും പറ്റുമല്ലോ. ഇത് ഒരാളുടെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ഒരു വ്യക്തിപരമായ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മൾ നോർമലി സയൻസ് കാണിക്കുന്ന പോലെ, നോർമലി ഒബ്ജക്റ്റീവ് സയൻസ് കാണിക്കുന്ന പോലെ നമുക്കൊരു ഒബ്ജക്റ്റീവായിട്ട് നമുക്കിതിനെ പ്രൂവ് ചെയ്ത് നമുക്കിങ്ങനെ കാണിക്കാൻ പറ്റില്ല, എല്ലാവരും കാണിക്കാൻ പറ്റില്ല. ഇത് ഒരാൾക്ക് വേണം, അറിയണമെന്ന് തോന്നി അയാളൊരു വ്യക്തിപരമായൊരു ഒരാളുടെ എക്സ്പീരിയൻസ് ആണ്. ലവ് പോലെ ഒരു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ആണ് ഒരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അത് അയാൾക്ക് സ്വയം തിരിച്ചറിയാനേ പറ്റത്തുള്ളൂ. അയാൾക്ക് വരുന്ന ട്രാൻസ്ഫർമേഷൻ അയാൾക്ക് സ്വയം തിരിച്ചറിയാൻ അയാളുടെ ഉള്ളിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളാണ്. അത് മറ്റുള്ളവർക്കത് പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കണമെന്നില്ല. കാരണം അയാൾ നോ മൈൻഡ് സ്റ്റേറ്റിലാണോ മൈൻഡ് സ്റ്റേറ്റിലാണോ എന്നൊക്കെ, മൈൻഡുള്ള അവസ്ഥയിലാണോ നോ മൈൻഡിലാണോ എന്നൊക്കെ ഒരു പുറമേ ഉള്ള ആൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇത് നമുക്കൊരു സെൽഫ് ട്രാൻസ്ഫർമേഷൻ വേണം. എനിക്ക് എൻ്റെ മൈൻഡ് കണ്ടിന്യൂസ് തോട്ട്സ് ആണ്, എനിക്ക് നോ മൈൻഡിലേക്ക് പോകണം,